വിറക് ശേഖരണത്തിൻ്റെ ചില ദൃശ്യങ്ങളാണെന്ന്. കുറേ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞു, അത് കാണിക്കാം. ഇതിനിടയ്ക്ക് മരങ്ങൾ കുറേ കൊടുത്തിരുന്നു. അതിൻ്റെ ശാഖകളൊക്കെ പറമ്പിലെ വഴിവടിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അത് എടുത്ത് വെക്കാൻ വേണ്ടി കുറേയായി അമ്മ പറയുന്നു. അവർക്കിപ്പം സുഖമില്ലാത്തതുകൊണ്ട് അതിനൊന്നും മെനക്കെടാൻ കഴിയുന്നില്ല. അതാണ് പ്രായമുള്ള ഒരു വീട്ടിൽ വേണമെന്ന് പറയുന്നത്. പണ്ട് പറമ്പിൽ ഉള്ള മട്ടൽ വിറകുകളിൽ ശേഖരിച്ച് വെക്കുന്ന പണി അവരുടേതാണല്ലോ. ഇപ്പോൾ എല്ലാവരും എല്ലാം ഗ്യാസിലായി. കുടിക്കുന്ന വെള്ളം പോലും ഗ്യാസിലായി, കുളിക്കുന്ന വെള്ളം ഗ്യാസിലായി. എന്നാൽ ഇതിനിടയ്ക്ക് ഗ്യാസിന് ക്ഷാമം അനുഭവിച്ചുകൊണ്ട് പലരും പഴയ വിറക് ശേഖരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ചോറും കൂട്ടാനൊക്കെ വിറക് തന്നെയാണ് വെക്കാറ്. മൺകലത്തിലും കല്ലുമരവിലും ഒക്കെയാണ് വെക്കാറ്. പക്ഷെ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് വിറകിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ശേഖരിച്ച് വരുന്നുണ്ട്. 2 ദിവസമായി 3 ദിവസമായി അതിൻ്റെ പണിയില്ല. കുറേ വെച്ച് കഴിഞ്ഞു, അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂരിഭാഗവും ശേഖരിച്ച് വെച്ച് കഴിഞ്ഞു. അതൊന്നും വീഡിയോ പിടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാ വിറക് ശേഖരിക്കുന്ന തിരക്കിലാണ്. കുറേയൊക്കെ അഴുകി തീർന്നു. മുമ്പ് ഈർക്കൽ കൊണ്ട് ചൂലുണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുക. 60, 70, 90 രൂപ കൊടുത്ത്. ഇതൊക്കെ നശിച്ചു പോകുന്നു. അപ്പോൾ മുത്തശ്ശിമാർ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു ബഹസ്, ഒരു ഐശ്വര്യം, അതൊക്കെ ആയിരുന്നു. അപ്പോൾ പല വീടുകളിലും മുത്തശ്ശിമാരൊന്നും ഇല്ലാണ്ടായി. അതായത് കവുങ്ങൻ പട്ട അല്ലെങ്കിൽ മാച്ചിപ്പട്ട എന്നും പറയും. ഇത് മുമ്പ് ചൂല് അഥവാ മാച്ചി ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ല. അതുകൊണ്ട് അടിച്ചാൽ നല്ലോണം വൃത്തിയാവുമായിരുന്നു. അപ്പം ഇതും അഴുകി പോവുകയാണ്. ഇതൊന്നും ആർക്കും വേണ്ട. മാച്ചിപ്പട്ട ഒന്നും ആർക്കും വേണ്ട. എത്രയാ ഓലകൾ. ഇതൊക്കെ ഉണ്ടാവാറില്ല. അമ്മയും അച്ഛനും എല്ലാം ഇത് ശേഖരിച്ച് ചൂലുണ്ടാക്കി ഓല കത്തിക്കാൻ ചൂട്ടകളാക്കി വെക്കുമായിരുന്നില്ല എല്ലാ വീടുകളിലും. ഗ്യാസ് വന്നതോടുകൂടി ഇതൊന്നും ആർക്കും വിലയില്ലാണ്ടായി. ഇപ്പോൾ വീണ്ടും ഗ്യാസിൻ്റെ ക്ഷാമം നേരിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമെന്ന ഭീഷണി കൊണ്ട് പലരും വിറക് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പാളയിലിരുത്തി വലിച്ചിരുന്ന കാലമൊക്കെ ഓർമ്മ വരുന്നു. ഇന്നത്തെ പണി ഇതാ. ഇതൊക്കെ ശേഖരിച്ച് വെക്കണം. ഓല വേറെ, മട്ടൽ മുറിച്ച് വിറകുകളായിട്ട് വിറകിൻ്റെ സെക്ഷനിൽ ഒക്കെ ആക്കലാണ് ഇന്നത്തെ പരിപാടി. പോകുന്ന വഴിക്ക് ഒരു മനോഹര കാഴ്ച, ഒരു ഫ്രെയിമും കൂടി ആവട്ടെ. പലതരത്തിലുള്ള ശലഭങ്ങളും പക്ഷികളും ഇവിടെ വന്ന് തേൻ കുടിക്കുമ്പോൾ അതൊക്കെ കാണാൻ നല്ല അവസരമാകാറുണ്ട്. പലതരത്തിലുള്ള പക്ഷികൾ ഇതിൽ വന്ന് കുളിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും. എല്ലാ വേനൽക്കാലത്തും ഇതുപോലെ 1-2 സ്ഥലങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കലുണ്ട്. വിറക് ശേഖരിച്ച് വെച്ചത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇതൊക്കെയായിരുന്നു പണി. ഈ ഭാഗത്തിൽ നിറയെ ഉയരത്തിൽ മരം മുറിച്ച ശിഖരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ
കഷ്ണങ്ങളാക്കി ശേഖരിച്ച് കഴിഞ്ഞു. പറം കെട്ടി അതിൻ്റെ മുകളിലും കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നനയാതിരിക്കാൻ പൊത്തിയും വെച്ചു. ഇപ്പോൾ ഏത് മാസത്തും മഴയാണല്ലോ. മഴക്കാലം എന്നൊന്നും പ്രത്യേകിച്ചില്ലല്ലോ. എല്ലാ മാസവും മഴ, പ്രതീക്ഷിക്കാതെ മഴ വരുന്നു. ഏത് സമയത്തും അതുകൊണ്ട് ഷീറ്റ് കൊണ്ട് പൊത്തി വെക്കണം. ഇവിടെയും ധാരാളം ചില്ലകളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ 3 ദിവസങ്ങളായി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കാണിച്ച സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞു.